നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സിലിണ്ടർ അതായത് വൃത്തസ്തംഭത്തെക്കുറിച്ചാണ്. നാം കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിക്കൊണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കും. ഏത് തരം പ്രശ്നങ്ങളായാലും അവയ്ക്ക് പൊതുവായിട്ട് എന്താണ് നാം പറഞ്ഞത്? അവയ്ക്ക് മുകളിലും അടിയിലുമായിട്ട് അല്ലേ ബേസുകളുണ്ട്, അതായത് പാദമുഖങ്ങൾ ഉണ്ടായിരിക്കും. ഒരേ രൂപത്തിലുള്ള പാദമുഖങ്ങൾ 2 ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ലാറ്ററൽ ഫേസുകൾ ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഇതിൻ്റെ ഇപ്പോൾ ചതുരാകൃതിയിലുള്ള ലാറ്ററൽ ഫേസുകൾ, അതായത് പാർശ്വമുഖങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പാർശ്വമുഖങ്ങളുടെ എണ്ണം ഈ പാദമുഖത്തിൻ്റെ, അതായത് ഈ ബേസിൻ്റെ ആകൃതിക്കനുസരിച്ചായിരിക്കും അല്ലേ. ഇപ്പോൾ അതായത് 4 വശങ്ങളുണ്ടെങ്കിൽ 4 വക്കുകളുണ്ടെങ്കിൽ 4 പാർശ്വമുഖങ്ങളുണ്ടായിരിക്കും, 3 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇവിടെ ഈ ബേസിൻ്റെ ആകൃതി എന്താണ്? ഒരു സർക്കിളാണ് അല്ലേ. അപ്പോൾ മുകളിലും അടിയിലും സർക്കിൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ PVC പൈപ്പുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ PVC പൈപ്പുകൾ ഇപ്പോൾ നമ്മൾ ചെറിയ കഷ്ണം മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേ ആകൃതിയായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ നോക്കിയ 2 അറ്റങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 2 അറ്റങ്ങൾ എന്താണ്? ഇതിൻ്റെ ആകൃതി സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, അതിന് പകരം എന്താണ്? ഇവിടെ സർക്കിളാണ് അല്ലേ. പിന്നെ നാം ഇവിടെ ലാറ്ററൽ ഫേസുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ. അത് ചതുരാകൃതിയിലാകും എന്നും നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ലാറ്ററൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരൊറ്റ ലാറ്ററൽ ഫേസേ ഉള്ളൂ അല്ലേ. അതായത് ഒരു വളഞ്ഞിട്ടുള്ള, അതായത് ഇതിൻ്റെ ഷേപ്പ് സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലാറ്ററൽ ഫേസ് എന്താണ്? ഇതിൻ്റെ പാർശ്വമുഖം എന്ന് പറയുന്നത് ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ അല്ലേ. അതായത് ഒരു വക്രമുഖം, ഒരു കർവ്ഡ് സർഫസ്. അപ്പോൾ ഇവിടെ ബേസുകൾ, അതായത് ബേസ് 2 എണ്ണം ഉണ്ട്, 2 സെയിം തന്നെയാണ് അല്ലേ, സർക്കിളാണ്. പക്ഷേ ഇവിടെ ഈ ലാറ്ററൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കർവ്ഡ് സർഫസ് ആണ് അല്ലേ. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെയാണ് നാം എന്ത് പറയുക? സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം എന്ന് പറയുക. മനസ്സിലായല്ലോ. അപ്പോൾ വൃത്തസ്തംഭത്തിന് 2 ബേസുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെ ആകൃതി എന്താണ്? സർക്കിളാണ്. ഓക്കെ. പിന്നെയോ ആകെ ഒരൊറ്റ ലാറ്ററൽ ഫേസ് ഉണ്ടായിരിക്കുള്ളൂ, അതിൻ്റെ ആകൃതി എന്താണ്? അത് വളഞ്ഞിട്ട് അല്ലേ, അതായത് കർവ്ഡ് സർഫസ്, വക്രമുഖം എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. അപ്പോൾ ഒരു വൃത്തസ്തംഭത്തിന് ആകെ 3 ഫേസുകൾ ഉണ്ടായിരിക്കുള്ളൂ, 2 അഗ്രമുഖങ്ങളും ഒരു കർവ്ഡ് സർഫസും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ, നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വോളിയം, അതായത് വ്യാപ്തം നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമുക്കറിയാം, നാം മുമ്പ് പറഞ്ഞല്ലേ, എല്ലാ സിലിണ്ടറിൻ്റെയും വോളിയം നമ്മൾ എങ്ങനെ കാണാം? വോളിയം ഈസ് ഈക്വൽ ടു എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ. എപ്പോഴും വോളിയം തന്നെയാണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇനി ഇവിടെ ബേസിൻ്റെ ആകൃതി എന്താണ്? സർക്കിളാണ് അല്ലേ. സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് സർക്കിളിൻ്റെ ഏരിയ? πr² അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് ഏരിയക്ക് πr² ഇൻറ്റു h. ഇത് h, ഇത് ഇതിൻ്റെ റേഡിയസ്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ, അതായത് വൃത്തസ്തംഭത്തിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷനാണ് എന്താണ്? πr²h. അതായത് ബേസ് ഏരിയ ഇൻറ്റു h തന്നെ. ഇവിടെ ബേസ് ഏരിയ πr² ആണ്, അപ്പോൾ πr² ഇൻറ്റു h. അപ്പോൾ നമുക്ക് റേഡിയസും എച്ചും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് റേഡിയസ് ഒരു 5 സെൻറ്റിമീറ്റർ തന്നു, ഹൈറ്റ് നമുക്കൊരു 10 സെൻറ്റിമീറ്റർ തന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? v is equal to πr²h അല്ലേ. ഈക്വൽ ടു π ഇൻറ്റു r, എത്രയാണ്? 5² ഇൻറ്റു h 10 അല്ലേ. അപ്പോൾ 5 25, അപ്പോൾ 250 π ക്യൂബിക് സെൻറ്റിമീറ്റർ. ക്ലിയർ ആയില്ലേ. ഇനി ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വശത്തിന് നീളമുള്ള ഒരു സമചതുര സ്തംഭം, ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്ന് നമുക്ക് ഒരു മരത്തിൻ്റെ സ്തംഭമാണെന്ന് വിചാരിക്കാം. ഇതിൽ നിന്ന് നമുക്ക് ചെത്തി ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സിലിണ്ടറിൻ്റെ വ്യാപ്തം, അതായത് വോളിയം എത്രയായിരിക്കും? മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ സിലിണ്ടറിൻ്റെ വോളിയം എന്തായിരിക്കും? അപ്പോൾ നമ്മളിവിടെ ഇതിൽ നിന്ന് ചെത്തി ഉണ്ടാക്കാവുന്ന സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ അല്ലേ ഇങ്ങനെ വരും അല്ലേ. പിന്നെ ഇത് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. അതായത് ഇതിൻ്റെ ഹൈറ്റ് എപ്പോഴെന്തായിരിക്കും? ഈ 20 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും നമുക്ക് ചെത്തി ഉണ്ടാക്കാവുന്ന സിലിണ്ടറിൻ്റെ ഹൈറ്റ് അല്ലേ. അപ്പോൾ h സെയിം തന്നെ, h is equal to 20. ഇനി നമുക്ക് എന്ത് കിട്ടണം? റേഡിയസും കൂടി കിട്ടണം അല്ലേ. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ
ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടാവുന്ന ഇതിന്റെ ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഡയാമീറ്റർ 10 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പൊ ഇതിന്റെ ഡയാമീറ്റർ 10 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് നമുക്ക് എത്ര കിട്ടും? റേഡിയസ് ഈസ് ഈക്വൽ ടു 10/2 ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അപ്പൊ ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാലോ. ബി ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ 5 സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാണ്? 20. അപ്പോൾ 5ന്റെ സ്ക്വയർ 25, 25 ഇൻറ്റു 20, അതായത് 500 പൈ ക്യൂബ്. അപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ എച്ചും നമ്മുടെ സിലിണ്ടറിൻ്റെ എച്ചും സെയിം തന്നെ ആയിരിക്കും. പിന്നെ റേഡിയസ് എന്ന് പറയുന്നത് ഈ വശത്തിൻ്റെ പകുതിയായിരിക്കും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 206 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതും നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ദി ബേസ് ഡയാമീറ്റർ ഓഫ് എ സിലിണ്ടറിക്കൽ ടാങ്ക് ഈസ് 1 മീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 2 മീറ്റർ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? അതായത് ഒരു പ്രിസത്തിന്റെ, അതായത് വൃത്തസ്തംഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക്. ആ ടാങ്കിന്റെ വ്യാസം നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വെറുതെ റഫായിട്ടൊരു ടാങ്ക് അങ്ങോട്ട് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ടാങ്ക്, വാട്ടർ ടാങ്ക്. ഇതിന്റെ ഡയാമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് വ്യാസം നമുക്ക് തന്നിട്ടുണ്ട് 1 മീറ്റർ അല്ലേ. വ്യാസം 1 മീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്ര വരും? 0.5 അല്ലേ. 0.5 മീറ്റർ, അതിന്റെ പകുതി. അപ്പോൾ നമുക്കിവിടെ റേഡിയസ് കിട്ടി 0.5 മീറ്റർ. ഇനി ഈ വാട്ടർ ടാങ്കിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? ഹൈറ്റ് 2 മീറ്റർ അല്ലേ. അപ്പോൾ ഹൈറ്റ് 2 മീറ്റർ. അപ്പോൾ ഇനി ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യേണ്ടി വരും, ഇതിന്റെ വോളിയം കാണാം അല്ലേ. അപ്പോൾ വോളിയം ഇസ് ഈക്വൽ, അപ്പോൾ നമുക്ക് സിലിണ്ടറിന് കണ്ടാൽ ഉടനെ എഴുതാം. വോളിയം ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ നമ്മൾ കണ്ടുപിടിച്ചു 0.5ന്റെ സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാണ്? 2 ഈക്വൽ ടു പൈ ഇൻറ്റു 0.5ന്റെ സ്ക്വയർ അല്ലേ. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 0.5 ഇൻറ്റു 0.5, അപ്പോൾ 2 സ്ഥാനം നമ്മൾ നീക്കി പോയിന്റ്, അപ്പോൾ ഇങ്ങോട്ട് നീക്കി, അപ്പോൾ 0.25 ഇൻറ്റു 2. അപ്പോൾ 0.25 ഇൻറ്റു 2 എത്രയാണ്? 0.5 അല്ലേ. അപ്പോൾ 0.5 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇതാണ് വോളിയം. സോറി, സെൻറ്റിമീറ്റർ അല്ല, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുക, എപ്പോഴും നമുക്ക് മീറ്ററിലാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ക്യൂബിക് മീറ്റർ, അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ക്യൂബിക് മീറ്ററിലാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ ലിറ്റർ എത്ര ലിറ്റർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്ത് വേണം? ആദ്യം നമ്മൾ പൈ കൊണ്ട് ഗുണിക്കാം. ഈക്വൽ ടു 0.5 ഇൻറ്റു പൈയുടെ വില 3.14. അപ്പോൾ എത്ര വരും? നമുക്ക് എത്ര കിട്ടി? നമുക്ക് 1.57 അല്ലേ. 1.57 ക്യൂബിക് മീറ്റർ. ഇനി ഇതിന് നമ്മൾ എന്ത് വേണം? ലിറ്ററിലാക്കണം അല്ലേ. അപ്പം ക്യൂബിക് മീറ്ററിനെ ലിറ്ററിലാക്കാൻ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 1000 കൊണ്ട് ഗുണിക്കുക. ഫിസിക്കൽ ടു 1.57 ഇൻറ്റു 1000. ചിക്കൻ എന്ത് വരും? 3 പൂജ്യം ഉണ്ട് അല്ലേ. അപ്പോൾ 3 സ്ഥാനത്തേക്ക് കുത്തിടുക. അപ്പോൾ 1, 2, അപ്പോൾ ഒരു 0 കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1570 ലിറ്റർ. അപ്പോൾ 1570 ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളും. അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്തു നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ദി ബേസ് റേഡിയസ് ഓഫ് എൻ അയൺ സിലിണ്ടർ ഈസ് 15 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 32 സെന്റിമീറ്റേഴ്സ്. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു സിലിണ്ടർ ഓഫ് ബേസ് റേഡിയസ് 20 സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദിസ് സിലിണ്ടർ? അപ്പോൾ ചോദ്യം എപ്പോഴും 1, 2, 3 പ്രാവശ്യം സാവധാനം ഇരുന്ന് വായിക്കുക. പെട്ടെന്ന് വായിക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടിയില്ല, അപ്പോൾ തന്നെ ചോദ്യം വിട്ടുകളയരുത്. മനസ്സിലായില്ലേ? അപ്പോൾ 1, 2, 3 പ്രാവശ്യമൊക്കെ സാവധാനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇവിടെ നോക്കിയേ, ദി ബേസ് റേഡിയസ് ഓഫ് എൻ അയൺ സിലിണ്ടർ ഈസ് 15 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 32 സെന്റിമീറ്റേഴ്സ് അല്ലേ. അതായത് അയൺ കൊണ്ട്, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സിലിണ്ടർ, വൃത്തസ്തംഭത്തിന്റെ, അതിന്റെ റേഡിയസ് നമുക്ക് വന്നിട്ടുണ്ട് 15, അതുപോലെ തന്നെ ഹൈറ്റ് വന്നിട്ടുണ്ട് 32. അപ്പോൾ തന്നെ ക്ലിയർ ആയല്ലോ. ഇനി ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ സിലിണ്ടർ ഓഫ് ബേസ് റേഡിയസ് 20 സെന്റിമീറ്റർ. അത് ഈ സിലിണ്ടറിനെ ഉരുക്കിയിട്ട് വേറൊരു സിലിണ്ടർ ഉണ്ടാക്കണം. അതിൻ്റെ എന്താണ്? റേഡിയസ് 20 സെന്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസിൽ വ്യത്യാസം വന്നു. അപ്പോൾ റേഡിയസിൽ വ്യത്യാസം വന്നാൽ എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റിലും വ്യത്യാസം വരും അല്ലേ. അപ്പോൾ ആ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ എപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ റഫായിട്ട് ഒരു ഫിഗർ വരയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കിയേ, ആദ്യത്തെ ഇതാണ് നമ്മുടെ ആദ്യത്തെ സിലിണ്ടർ. ഇതിൻ്റെ റേഡിയസ് ആരം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടല്ലോ 32 സെൻറ്റിമീറ്റർ അല്ലേ, 32 സെൻറ്റിമീറ്റർ. ഇനി ഇത് ഉരുക്കിയിട്ട് വേറൊരു എന്തുണ്ടാക്കുന്നു, ഒരു സിലിണ്ടർ ഉണ്ടാക്കുന്നു അല്ലേ. അതിൻ്റെ റേഡിയസ് എന്തായി? കൂടിയിട്ടുണ്ട്. 15 എന്നുള്ളത് എത്രയായി മാറി? 20 മാറി. അപ്പോൾ ഇതിനേക്കാളും വട്ടം കൂടി അല്ലേ, വട്ടം കൂടി. അതായത് ഇതാണ് നമ്മുടെ പുതിയ സിലിണ്ടർ. അപ്പോൾ ഇവിടെ 15 എന്നുള്ള എത്രയായി മാറി? 20 മാറി. അപ്പോൾ നമുക്കറിയാം ഇത് ഉരുക്കിയിട്ട് ഇതിൻ്റെ വട്ടം ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും? സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഹൈറ്റ് കുറയും അല്ലേ. കാരണം എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെ വോളിയം സെയിം തന്നെയാണ് അല്ലേ. അതായത് ഒരേ സാധനങ്ങൾ കൊണ്ടാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എച്ച് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ പോയിന്റ് എന്താണ്? ഇവിടെ നമ്മുടെ രണ്ടിൻ്റെയും വോളിയം സെയിം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. വോളിയം ഓഫ് ദി ഫസ്റ്റ് സിലിണ്ടർ എന്തിന് ഈക്വൽ ആയിരിക്കും? വോളിയം ഓഫ് ദി റീകാസ്റ്റഡ് സിലിണ്ടർ അല്ലേ, രണ്ടാമത്തെ സിലിണ്ടർ. വോളിയം ഓഫ് ദി റീകാസ്റ്റ് സിലിണ്ടർ. അതായത് ആദ്യത്തെ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം ഈസ് ഈക്വൽ ടു ഉരുക്കി ഉണ്ടാക്കുന്ന പുതിയ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം. അങ്ങനെ എഴുതാം മലയാളം മീഡിയക്കാർ. നോക്കിയേ, ആദ്യത്തെ സിലിണ്ടറിന്റെ വ്യാപ്തം എങ്ങനെ നമുക്ക് കിട്ടും? നമുക്കറിയാം അതിന്റെ ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആയതുകൊണ്ട് ഒരു പണിയാം, പൈ R1 ഇടാം. R1 സ്ക്വയർ H1. ആദ്യത്തെ ആയതുകൊണ്ട് നമ്മൾ R1 H1 ഇട്ടു. സീക്വൽ ടു ഇനി രണ്ടാമത്തതിന്റെ വോളിയം ഓഫ് ദി റീകാസ്റ്റഡ് സിലിണ്ടർ അല്ലേ. ഇതിന്റെ വോളിയം എന്ത് വരും? പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ നമുക്ക് പൈ ഇൻറ്റു ആർ സ്ക്വയറിന് പകരം R1 സ്ക്വയർ R2 രണ്ടാമത്തത് R2 സ്ക്വയർ H2 സ്ക്വയറിന് വരും. ഈ R1ഉം H1ഉം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് ആദ്യത്തേത്, അതുകൊണ്ട് ആദ്യത്തേൻ്റെ R, ആദ്യത്തേൻ്റെ H ഇത്രയേ ഉള്ളൂ. ഇവിടെ രണ്ടാമത്തത് അതുകൊണ്ട് നമ്മൾ R2ഉം H2 എന്നും കൊടുത്തത്. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുത്തു നോക്കിയേ, പൈ ഇൻറ്റു R1 സ്ക്വയർ ഇതിൻ്റെ എത്രയാണ്? 15 സ്ക്വയർ ഇൻറ്റു H1 32 സീക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കണം? പൈ ഇൻറ്റു R2 സ്ക്വയർ R2 എത്രയാണ്? 20 അല്ലേ, 20 സ്ക്വയർ ഇൻറ്റു H2. അതായത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇതിൻ്റെ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമുക്ക് H2 എന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ ഇതാണ് R1, ഇത് H1, ഇത് R2, ഇത് H2. അപ്പോൾ നോക്കിയാൽ പൈ ഇൻറ്റു 15 സ്ക്വയർ. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225 അല്ലേ. അപ്പോൾ 225 പൈ ഇൻറ്റു 225 ഇൻറ്റു 32 സീക്വൽ ടു എന്ത് വരും? പൈ ഇൻറ്റു 20 സ്ക്വയർ 400 ഇൻറ്റു H2. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതിനെ ഇവിടെ തന്നെ ഗുണിച്ചിടാം, അല്ലെങ്കിൽ നമ്മൾ വെട്ടിച്ചേർത്താക്കിടാം. നിങ്ങൾ സൗകര്യം പോലെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഗുണിച്ചിടാണെങ്കിൽ 225 ഇൻറ്റു 32 ഒന്ന് ഗുണിച്ച് നോക്കിയാൽ 7200 അല്ലേ. അപ്പോൾ 7200 പൈ സീക്വൽ ടു എന്ത് വരും? പൈ ഇൻറ്റു 400 ഇൻറ്റു H2 ഇങ്ങനെ കിട്ടി നമുക്ക് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് H2 കൊണ്ട് വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് വരും? നമുക്ക് ഇപ്പുറത്തുള്ള ആദ്യം എഴുതാം 7200 പൈ. ഇനി നോക്കിയാൽ ഇവിടെ ഇൻറ്റു ആണ് അല്ലേ, പൈ ഇൻറ്റു 400 ആണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ബൈ ആയി മാറും അല്ലേ. ബൈ 400 ഇൻറ്റു പൈ, അത് 400 പൈ. ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ പൈയും ഈ പൈയും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഈ 2 0 ഈ 2 0 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വന്നു? 72/4. 72/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ഒരു പ്രാവശ്യം 32 4 32 അല്ലേ, 32 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 18 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്യാം. ദി ബേസ് റേഡിയ ഓഫ് 2 cylinders ഓഫ് ദി സെയിം ഹൈറ്റ് ആർ ഇൻ ദി റേഷ്യോ 3:4. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദ വോളിയംസ്? ഒരേ ഹൈറ്റിലുള്ള, അതായത് ഒരേ ഉയരത്തിലുള്ള 2 സിലിണ്ടറുകൾ, വൃത്തസ്തംഭങ്ങൾ, അതിൻ്റെ റേഡിയസ് എങ്ങനെയാണ്? 3:4 എന്ന അംശബന്ധത്തിലാണ്.
അങ്ങനെയാണെങ്കിൽ അവയുടെ എന്താണ് വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദെയർ വോളിയംസ്, അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കും? അപ്പോൾ ഒരേ ഹൈറ്റിലുള്ള രണ്ട് സിലിണ്ടറുകൾ അല്ലേ, അവയുടെ റേഡിയസിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നോക്കിയേ, നമുക്ക് ആദ്യം രണ്ട് സിലിണ്ടറുകൾ വരയ്ക്കാം. ഇത് ആദ്യത്തേത്, ഇത് നമ്മുടെ രണ്ടാമത്തെ സിലിണ്ടർ. അപ്പൊ ഇവിടെ ഹൈറ്റുകൾ സെയിം ആണ് അല്ലേ, അപ്പൊ ഇവിടെ എച്ച് ആണെങ്കിൽ ഇതും എച്ച് തന്നെ. ഇനി റേഡിയസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? റേഡിയസ് 3:4 എന്ന അംശബന്ധത്തിൽ. അതായത് ഇതിന്റെ റേഡിയസ് 3 ആണെങ്കിൽ ഇതിന്റെ റേഡിയസ് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. അല്ലാണ്ട് കൃത്യമായ അളവ് നമുക്ക് തന്നിട്ടില്ല. ഇത് 3 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും. അപ്പൊ ഇത് 6 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവയുടെ വോളിയം ഏത് റേഷ്യോയിലായിരിക്കും? അപ്പൊ നമ്മൾ എന്ത് വേണം? ഓരോന്നിൻ്റെയും വോളിയം നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വോളിയം ഓഫ് ദി ഫസ്റ്റ് സിലിണ്ടർ, അതായത് ആദ്യത്തെ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം πr² അല്ലേ, πr² h. ഇനി നമുക്കറിയാവുന്ന വാല്യൂ ഇവിടെ കൊടുത്തു നോക്കിയാൽ π × r². r² എത്രയാണ്? ഇത് 3 ആണെങ്കിൽ ഇത് 4, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ πr² എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? π × 3r അല്ലേ. അപ്പം 3r² × h തന്നെ സീക്വൽ ടു π × 3ന്റെ സ്ക്വയർ 9 r² h. അതായത് 9 ഒന്ന് തിരിച്ചിടണം നമ്മൾ, 9 ഒന്ന് ഓർഡറിൽ എഴുതണം, 9 πr² h. ഇതാണ് ആദ്യത്തെ സിലിണ്ടറിൻ്റെ വോളിയം. ഇനി നമുക്ക് വോളിയം ഓഫ് ദി സെക്കൻഡ് സിലിണ്ടർ. എന്താണ് ഇവിടെ? നമുക്ക് എന്താണ്? πr² h അല്ലേ, അതിൻ്റെ ഇക്വേഷൻ πr² h ആണ്. അപ്പോൾ πr² h ആണ് ഇക്വേഷൻ സീക്വൽ ടു π × നോക്ക്, ഇവിടെ r എത്രയാണ്? 3 r ആണെങ്കിൽ ഇവിടെ 4 r. അപ്പോൾ നമുക്ക് r² പകരം 4r² 4r² × h സെയിം തന്നെ h സീക്വൽ ടു π × 4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ r² × h. അപ്പോൾ നമുക്ക് ഓർഡറിൽ എഴുതിയാൽ എന്ത് എഴുതാൻ പറ്റും? 16 πr² h πr² h. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും വോളിയം നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ റേഷ്യോ എന്ന് എഴുതി വയ്ക്കുക. റേഷ്യോ ഓഫ് വോളിയംസ്, അതായത് വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത് വരും? ആദ്യത്തെ വ്യാപ്തം എന്താണ്? 9 πr² h ഈസ് ടു അടുത്തത് 16 πr² h. ഇതാണ് ഇവ തമ്മിലുള്ള റേഷ്യോ. ഇനി ഇവിടെ നോക്കിയേ, πr² h ഇതിലുണ്ട്, πr² h ഇതിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ മൊത്തം πr² h ക്യാൻസൽ ചെയ്യാം. ഇവിടെയും πr² h രണ്ടും പോയി. ബാക്കി ഇവിടെ എന്തോന്നു? ബാക്കി 9 അല്ലേ, 9:16. അപ്പോൾ ഇവയുടെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ, വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 9:16. The base radii of two cylinders are in the ratio 2:3 and their heights are in the ratio 5:4. അതായത് രണ്ട് വൃത്തസ്തംഭങ്ങൾ, അവയുടെ റേഡിയസ് അല്ലെ, റേഡിയസിന്റെ റേഷ്യോ നമുക്ക് വന്നിട്ട് 2:3. അതുപോലെ തന്നെ അവയുടെ ഹൈറ്റ് 5:4 തന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദെയർ വോളിയംസ്, അവയുടെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് റഫായിട്ട് രണ്ട് സിലിണ്ടർ അങ്ങോട്ട് വരയ്ക്കാം. ഇനി ഇവയുടെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ 2:3 അല്ലേ. അപ്പം ഇത് 2 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി ഹൈറ്റ് ഇത് 5 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും അല്ലേ. അപ്പം ഇവിടെ 5
ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 4 ആയിരിക്കും ഹൈറ്റ്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ സിലിണ്ടറിന്റെ വോളിയം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എന്ത് വരും? വോളിയം ഓഫ് ദി ഫസ്റ്റ് സിലിണ്ടർ. ആദ്യത്തെ സിലിണ്ടറിന്റെ വ്യാപ്തം എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ? ഇക്വേഷനൊക്കെ പൈ ആർ സ്ക്വയർ എച്ച് തന്നെ. പൈ ആർ സ്ക്വയർ എച്ച് സീക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൈ ഇൻറ്റു ആർ സ്ക്വയർ അല്ലേ? ആറ് എത്രയാണ് ഇവിടെ? ഇത് 2 ആണെങ്കിൽ ഇത് 3 അല്ലേ? അപ്പോൾ നമ്മളിവിടെ 2r എന്ന് കൊടുക്കും അല്ലേ? അപ്പോൾ 2r സ്ക്വയർ ഇൻറ്റു എച്ച്. എച്ച് നോക്കിയേ, ഇത് 5 ആണെങ്കിൽ ഇത് 4 ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 5h സീക്വൽ ടു പൈ ഇൻറ്റു 2r ഹോൾ സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4r സ്ക്വയർ ഇൻറ്റു 5h. അപ്പോൾ നമുക്കൊന്ന് ഓർഡറിൽ എഴുതിയാൽ വരും 5 × 4 20 അല്ലേ? അപ്പോൾ 20 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ നമുക്ക് കിട്ടി 20 പൈ ആർ സ്ക്വയർ എച്ച്. ഇനി നമുക്ക് രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ വോളിയം ഓഫ് ദി സെക്കൻഡ് സിലിണ്ടർ, രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ വ്യാപ്തം എന്ത് വരും? അതും പൈ ആർ സ്ക്വയർ എച്ച് തന്നെ സീക്വൽ ടു പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഇത് 3 അല്ലേ? ഇത് 2 ആണെങ്കിൽ ഇത് 3. അപ്പോൾ പൈ ഇൻറ്റു 3r ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് എത്ര വരും? 4h സീക്വൽ ടു പൈ ഇൻറ്റു 3ന്റെ സ്ക്വയർ 9, 6ന്റെ സ്ക്വയർ r സ്ക്വയർ ഇൻറ്റു 4h സീക്വൽ ടു എന്ത് വരും? 9 × 4 36 അല്ലേ? 36 പൈ ആർ സ്ക്വയർ എച്ച്. ഇതാണ് രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ വോളിയം. ഇത് നേരത്തെ ചെയ്തപോലെ തന്നെ റേഷ്യോ ഓഫ് ദി വോളിയം. ആദ്യത്തിൻ്റെ എത്രയാണ്? 20 പൈ ആർ സ്ക്വയർ എച്ച് ഈസ് ടു രണ്ടാമത്തതിൻ്റെ എത്രയാണ്? 36 പൈ ആർ സ്ക്വയർ എച്ച്. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ പൈ ആർ സ്ക്വയർ എച്ച് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? 20:36. അപ്പോൾ നമുക്കിവിടെ റേഷ്യോ ഓഫ് ദി വോളിയംസ് കിട്ടി. എന്താണ്? 20:36 അല്ലേ? അപ്പോൾ നമുക്കിവിടെ എഴുതാം V1:V2. അതായത് വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ സീക്വൽ ടു 20:36. അതിന് വേണം നമുക്കൊന്നും കൂടി ചെറുതാക്കി എഴുതാൻ പറ്റും അല്ലേ? ചെറുതാക്കി എഴുതാന്ന് പറഞ്ഞാൽ വളരെ ചെറുതാക്കി എഴുതുന്നല്ല, ഇതിനെ നമുക്ക് ഇതിൻ്റെ ചെറിയ രൂപത്തിലേക്ക് മാറ്റാം. എങ്ങനെ മാറ്റാം? നമുക്ക് 2നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 5 × 4 20. അപ്പോൾ നമുക്ക് 5:36 9 × 4 36. അപ്പോൾ 5:9. അതല്ലെങ്കിൽ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10:18 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5:9 എന്ന് കിട്ടും. അങ്ങനെ പെട്ടെന്ന് കിട്ടാത്ത വരും. ഇനി അതിനൊരു ചോദ്യം കൊണ്ടുണ്ട്. ദി വോളിയം ഓഫ് ദി ഫസ്റ്റ് സിലിണ്ടർ ഈസ് 720 cubic centimeter. വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി സെക്കൻഡ്? അതായത് ആദ്യത്തേതിൻ്റെ വോളിയം 720 ആണെങ്കിൽ രണ്ടാമത്തേതിൻ്റെ വോളിയം എത്രയായിരിക്കും? അപ്പോൾ നമുക്കിവിടെ റേഷ്യോ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ V1:V2 എന്താണ്? 5:9 നമുക്ക് കിട്ടി. ഇനി ഇതിൽ നോക്കിയാൽ V1 ആദ്യത്തേതിൻ്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ V1 പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 720. മനസ്സിലായില്ലേ? ഈസ് ടു V2 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ V2 തന്നെ കിടന്നോട്ടെ. ഈസിക്കൽ ടു 5:9. മനസ്സിലായില്ലേ? അപ്പോൾ V1 പകരം നമുക്ക് തന്നിട്ടുള്ളത് എഴുതി 720. ഇനി ഇതിനെ നമുക്ക് ഈ റേഷ്യോനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനാക്കി എഴുതാം? നമുക്കറിയാം. അതായത് 720/V2 അല്ലേ? V2 സീക്വൽ ടു 5/9. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ആക്കുക. അപ്പോൾ 720/V2 സീക്വൽ ടു 5/9. നമുക്കറിയാം ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ അറിയാം അല്ലേ? അതായത് നോക്കിയാൽ V2 ക്രോസ് ചെയ്യാം. V2 × 5 അല്ല, V2 × 5 സീക്വൽ ടു 720 × 9. 720 × 9 ക്രോസ് ചെയ്ത് ഗുണിച്ചു. അപ്പോൾ അതിൽ നിന്ന് V2 കണ്ടുകൂടെ? V2 സീക്വൽ ടു 720 × 9 ബൈ ഈ 5 അങ്ങോട്ട് 9/5. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴയണ്ട. അപ്പോൾ നോക്കിയാൽ 720 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും നോക്കിയാൽ?
7 5 ഒരു പ്രാവശ്യം, ബാക്കി 2 ബാക്കി 22 4 പ്രാവശ്യം, ബാക്കി 2 അപ്പോൾ 20 4 പ്രാവശ്യം. അപ്പോൾ 144 ഇൻറ്റു ഇവിടുത്തെ 9, ബാക്കിയുള്ള 9. അപ്പോൾ ഇവിടെ മുന്നിൽ കുടിച്ച് നോക്കി എത്ര കിട്ടും നോക്കിയാൽ 1296. ആദ്യത്തിൻ്റെ വോളിയം 702 ആണെങ്കിൽ രണ്ടാമത്തിൻ്റെ വോളിയം എത്രയായിരിക്കും? 1296 ആയിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൽ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ.